നമസ്കാരം സുഹൃത്തുക്കളെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ ഒരു ദമ്പതികൾ അവർ വിയറ്റ്നാമിലായിരുന്നു പോയിരുന്നത്. അവിടെ വെച്ചൊരു ബോട്ട് അപകടത്തിൽ അവർ മരണപ്പെടുന്നു. അവരുടെ മൃതദേഹങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ഇവിടെ അത് വിമാനത്താവളത്തിലെത്തിയപ്പോൾ ആ മൃതദേഹങ്ങൾ സ്വീകരിക്കാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും പുഷ്പചക്രമൊക്കെ വെക്കാനായിട്ട് സംസ്ഥാനത്തെ പ്രതികരിച്ചുകൊണ്ട് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, അതായത് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് തന്നെ നേരിട്ട് ചെല്ലുന്നു. ആ മൃതദേഹങ്ങളിൽ പുഷ്പചക്രം അർപ്പിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നല്ല കാര്യം തന്നെ, തീർച്ചയായിട്ടും നമ്മളത് കണ്ടതാണ്, അത് വേണ്ടതുമാണ്. ആരെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ നിന്ന് വിനോദസഞ്ചാരത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവിടെ വെച്ച് അവർ അപകടത്തിൽപ്പെടുന്നു, മരണപ്പെടുന്നു. അപ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് ഉത്തരവാദിത്തോടു കൂടി സ്വീകരിക്കാനും പിന്നീട് നാട്ടിലെത്തിക്കും വരെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇനി ഇതിനും 2 ദിവസം മുമ്പ് ഹരിപ്പാട് നിന്ന് ഒരു വിദ്യാർത്ഥിനി, ഒരു പെൺകുട്ടി വിദേശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിരുന്നു. പക്ഷേ അവിടെ വെച്ച് മറ്റൊരു മലയാളി തന്നെയായിട്ടുള്ള ഒരു തീവ്ര വിശ്വാസിയാണ്, ഇസ്ലാം വിശ്വാസിയാണ്. സദറുൽ അനാം എന്നാണ് അയാളുടെ പേര്, മലപ്പുറംകാരനാണ്. അയാളാൽ വളരെ ക്രൂരമായ രീതിയിൽ ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നു. ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഈ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയ പെൺകുട്ടിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ സ്വാഭാവികമായിട്ടും വന്ന് സ്വീകരിക്കേണ്ടത്, ഇതുപോലെ തന്നെ PC വിഷ്ണുനാഥ് ചെയ്ത പോലെ പുഷ്പചക്രം അർപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു കാഴ്ച മലയാളി കാണുകയുണ്ടായോ? ഇല്ല. ഒരു മന്ത്രിയും പോയില്ല, ഒരു MLA പോയില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പോയതായിട്ട് നമുക്കറിയില്ല. എന്തിനാണ് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത്? ഇപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞ ദമ്പതിമാരുടെ കേസിൽ AC തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വിയറ്റ്നാമിൽ മരണപ്പെട്ടത്. ആ കേസിൽ ആർക്ക് വേണമെങ്കിലും വിമാനത്താവളത്തിൽ പോയി ഇതുപോലെ ചെയ്യാം, കാരണം അതിനകത്ത് ഒട്ടും റിസ്ക് എലമെൻ്റ് ഇല്ല. എന്നാൽ സാവരിയുടെ കേസിൽ അങ്ങനെയല്ല, സാവരിയ വസന്തിൻ്റെ കേസിൽ അങ്ങനെയല്ല. പ്രതിയുടെ പേര് സദറുൽ അനാം എന്ന ഒരു മുസ്ലിമാണ്. അപ്പോൾ അവിടെ പോയാൽ ഒരു വിഭാഗം ആളുകൾക്ക് അതിഷ്ടപ്പെടില്ല എന്ന് ഇവർ തന്നെ അങ്ങ് വിലയിരുത്തുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഒരു വിലയിരുത്തലാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഈ പ്രവൃത്തി ഇഷ്ടപ്പെടില്ലെന്നും തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും എന്നുള്ള പേടി കൊണ്ടാണ് അവരത് ചെയ്യാത്തത്. യഥാർത്ഥത്തിൽ ആരാണ് വിദ്യാഭ്യാസ മന്ത്രി? N ഷംസുദ്ദീൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പോകാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ലോകത്തിന് മുന്നിൽ ഒരുപക്ഷെ കാണിച്ചു കൊടുക്കാമായിരുന്നു, കണ്ടോ ഒരു മുസ്ലിമാണ് പ്രതി, എന്നിട്ട് കൂടി ഞാൻ ആ മൃതദേഹം സ്വീകരിക്കാൻ പോയി എന്ന് പറയാമായിരുന്നു. പിന്നെ ഇവരെ ഈ ഒരു കാരണം വെച്ചുകൊണ്ട് ആരും ട്രോളത്ത് പോലും ഇല്ലായിരുന്നു, വിമർശിക്കത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസരം പോലും അയാൾ നഷ്ടപ്പെടുത്തി. മാത്രമല്ല, മറ്റേതെങ്കിലും മതസ്ഥനായിരുന്നു എങ്കിലും അവർ പോവില്ല. കുറേ കാലമായിട്ട് മലയാളി കാണുന്നതാണ്, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം തങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ മറ്റ് പാർട്ടിയിലേക്ക് പോകുമോ, തങ്ങൾക്ക് വോട്ട് തരാതെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. എന്നാൽ ഈ വോട്ട് ഒരിക്കലും BJPക്ക് കിട്ടാൻ പോകുന്നില്ല, അങ്ങോട്ടേക്ക് പോവുകയില്ല. പിന്നെ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്കോ, വലതുപക്ഷത്തു നിന്ന് ഇടതുപക്ഷത്തേക്കോ മാത്രമായിരിക്കും ഈ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി BJPക്ക് നേട്ടമുണ്ടോ? തീർച്ചയായിട്ടും നേട്ടമുണ്ട്. അവർക്ക് ഈ വോട്ട് അല്ലെങ്കിലും വേണ്ട. പക്ഷേ ഇത്തരം ചെയ്തികളൊക്കെ കാണുന്ന മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് താല്പര്യമില്ല എങ്കിൽ കൂടിയും, അതായത് BJPയോട് താല്പര്യമില്ല എങ്കിൽ കൂടിയും ഇവരുടെ ഈ അനാവശ്യമായിട്ടുള്ള അപ്പീസ്മെൻറ്റ് കണ്ടിട്ട് അവർ BJPക്കാരായി മാറും, അല്ലെങ്കിൽ അവരെ മാറ്റും. അവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP നേതാക്കൾ ഒന്നും ചെയ്തില്ല എങ്കിൽ കൂടിയും BJPയുടെ വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർന്നുകൊണ്ടിരിക്കാനുള്ള കാരണം ഇതാണ്. തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് നഷ്ടപ്പെടുമെന്ന ധാരണയിൽ ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ വോട്ട് BJPക്ക് കിട്ടത്തുമില്ല, അവരൊരിക്കലും കൊടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് BJPക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. പക്ഷേ അവരറിയാതെ പോലും അവർക്ക് നേട്ടം കിട്ടുന്നു. ഉദാഹരണത്തിന് ഈ സാവരിയ വസന്തിൻ്റെ കുടുംബം അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് ഇരുന്നവരാണ് എന്ന് ചുമ്മാ സങ്കല്പിക്കുക. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ അടുത്തടുത്ത് നടന്ന ഈ 2 സംഭവങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പിന്നീട് അവരുടെ ജന്മത്തിൽ കോൺഗ്രസിന് അവർ വോട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമോ? ചെയ്യില്ല. അവർക്ക് താല്പര്യമില്ലെങ്കിൽ കൂടിയും അവർ പിന്നീട് BJPക്കാരായി മാറും. അങ്ങനെ തന്നെയാണ് ഇവിടെ BJP ഇത്രയേറെ വളരുകയും 1 MP, 1 കോർപ്പറേഷൻ, 3 MLA എന്ന നിലയിൽ വരെ അവരെത്തിയിരിക്കുന്നു. ഇത്രയും ആയ സ്ഥിതിക്ക് ഇവിടുന്ന് മുൻപോട്ട് പോകാൻ നമ്മളൊക്കെ വിചാരിക്കുന്നേക്കാൾ വേഗത്തിലായിരിക്കും പോകുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള ഭയവും ചിലരെ അനാവശ്യമായിട്ട് പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് BJP ഇവിടെ വളരുന്നത്. ഇവർ ലോക വിഡ്ഢികളാണ്. കാരണം തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ഒരിക്കലും BJPക്ക് പോവില്ല എന്ന് അവർക്ക് അറിയാം, അല്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കിയിരിക്കണം. ആ വോട്ട് പിന്നെ പോകുന്നത് ഇടതുപക്ഷത്തേക്കായിരിക്കും. അത് പക്ഷേ അവിടെ സ്ഥായിയായിട്ട് നിൽക്കാനൊന്നും പോകുന്നില്ല. അത് എല്ലാ പ്രാവശ്യവും അങ്ങോട്ട് കുറച്ചേ പോകും, ഇങ്ങോട്ട് കുറച്ച് വരും, അങ്ങോട്ട് കുറച്ച് പോകും, ഇങ്ങോട്ട് കുറച്ച് പോകും, ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അവരിത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ യാതൊരു നട്ടലിന് ഉറപ്പുമില്ലാത്ത ഭരണാധികാരികളാണ് നമുക്ക് കഴിഞ്ഞ 10-15 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു മാപ്പറകളും പറഞ്ഞു തരില്ല. വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ 2 പേർ മരണപ്പെട്ടപ്പോൾ അവരുടെ മൃതദേഹം സ്വീകരിച്ചത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയ ഒരു പെൺകുട്ടി വിദേശ രാജ്യത്ത് വെച്ച് കൊല്ലപ്പെട്ടിട്ട് അവളുടെ മൃതദേഹം ഇവിടെ എത്തിയിട്ട് സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരാൾ പോലും പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മലയാളി മനസ്സിലായിരിക്കും.